മംഗലാപുരത്തു നിന്നും ട്രിച്ചിയിലേക്ക് ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് പുറപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4:35 പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലാണ് ഇന്ന് നാം യാത്ര പുറപ്പെട്ടത്. വൈകുന്നേരം 4:30 ആരംഭിച്ച യാത്ര പിറ്റേന്ന് രാവിലെ 4:30 തൃശ്ശിയിൽ ആണ് അവസാനിച്ചത്. 4:30 ട്രിച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അതിനുശേഷം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആളെയും കൂട്ടി രാവിലെ തന്നെ ട്രിച്ചി കാണാൻ ഇറങ്ങുകയും ചെയ്തു. കാരണം ഒരു ദിവസത്തെ ട്രിച്ചി യാത്രയ്ക്കാണ് ഞാനും ഭാര്യയും കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്തിനോടൊപ്പം സുഹൃത്തിൻ്റെ കാറിൽ ട്രിച്ചി സിറ്റി കാണാൻ ഇറങ്ങുമ്പോൾ ഞാൻ ട്രിച്ചി സിറ്റിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തൃച്ചനാപ്പോളി എന്നും തമിഴർ ട്രിച്ചി, തിരുച്ചി എന്നുമൊക്കെ വിളിച്ചിരുന്ന ഒരു നഗരമാണ് ഈ ട്രിച്ചി സിറ്റി. ഈ നഗരം തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒത്ത നടുക്കായി കാവേരിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ട്രിച്ചിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലം ഇവിടുത്തെ പാറക്കോട്ട ക്ഷേത്രമാണ്. പാറക്കോട്ടയുടെ മുകളിൽ നിന്ന് ഉള്ള നഗരദൃശ്യം അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോക്ക് സിറ്റി അഥവാ പാറകളുടെ നഗരം എന്നു കൂടി ഈ നഗരം അറിയപ്പെടുന്നു. ഇവിടെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ചിറ എന്ന ജൈന സന്യാസിയോടുള്ള ആദരവ് മൂലമാണ് ഈ സ്ഥലത്തിന് തിരുച്ചിറപ്പള്ളി എന്ന് പേര് വന്നത് എന്ന് കൂടി പറയപ്പെടുന്നു. തിരുച്ചിറപ്പള്ളിയുടെ ഭാഗമായ ഉരയൂരിലാണ് 3000 BC മുതൽ ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്തത് എന്ന് പഴയകാലത്തെ പുരാവസ്തു അവശിഷ്ടങ്ങളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കാളഭ്രരുടെ അതിക്രമണ കാലത്തും ഇത് ചോളരുടെ കൈവശം തന്നെയായിരുന്നു എന്നതിനും രേഖകളുണ്ട്. പിന്നീട് ഉരയൂരും ഇന്നത്തെ തിരുച്ചിറപ്പള്ളിയും അതിൻ്റെ അയൽപ്രദേശങ്ങളും മഹേന്ദ്രവർമ്മ പല്ലവൻ രണ്ടാമൻ പിടിച്ചെടുത്തു. AD 880 വരെ ഇത് പല്ലവരുടെയോ പാണ്ഡ്യരുടെയോ കയ്യിലായിരുന്നു. ഇതിൽ ആദിത്യ ചോളൻ പല്ലവ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് വഴിയൊരുക്കി തിരുച്ചിറപ്പള്ളി പിടിച്ചടക്കി. അന്നു മുതൽ തിരുച്ചിറപ്പള്ളി വലിയ ചോളരുടെ ആസ്ഥാനമായി മാറി. 1225 ഹൊയ്സലറും പിന്നീട് മുഗളരും ഇത് സ്വന്തമാക്കി. മുഗളർക്ക് ശേഷം വിജയനഗരരും തിരുച്ചിറപ്പള്ളിയുടെ അവകാശം പിടിച്ചെടുത്തു. മീനാക്ഷിയുടെ കാലത്താണ് നായിക്കന്മാരുടെ ഭരണത്തിന് വിരാമമായത്. മുസ്ലിങ്ങൾ കുറേ കാലത്തിന് ശേഷം ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും സഹായത്തോടെ ഇവിടം ഭരിച്ചു. ഈ കാലത്തെ ഭരണാധികാരി ചന്ദ സാഹിബും മുഹമ്മദ് ആലിയുമായിരുന്നു. പിന്നീട് ഇവരിൽ നിന്ന് ബ്രിട്ടീഷുകാർ തിരുച്ചിറപ്പള്ളി വിലയ്ക്ക് വാങ്ങുകയും അവരുടെ അധീനത്തിലാക്കുകയും ചെയ്തു. ഈ ജില്ല അന്നു മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഏതാണ്ട് 150 വർഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു. പല്ലവന്മാർ പലവട്ടം അധികാരം പിടിച്ചെങ്കിലും പ്രത്യാക്രമണങ്ങൾ മൂലം ഇത് പലപ്പോഴും തിരിച്ച് പാണ്ഡ്യർക്ക് അടിയറവ് വയ്ക്കേണ്ടി വന്നിരുന്നു. ഇക്കാലത്ത് ഒരുതരം വടംവലിയാണ് ഈ നാടിനു വേണ്ടി ചോളരും പല്ലവരും പാണ്ഡ്യരും തമ്മിൽ നടന്നിരുന്നത്. 1565 ഹൊയ്സല നായിക്കന്മാരുടെ വരവ്. മുഗളരും മറാത്തക്കാരും ഫ്രഞ്ചുകാരുമെല്ലാം ഭരിച്ചുവെങ്കിലും നായികന്മാരുടെ ഭരണകാലത്താണ് ഈ നഗരം പ്രശസ്തിയിലേക്ക് കുതിച്ചുയർന്നത്. ഈ കാലം തിരുച്ചിറപ്പള്ളിയുടെ സുവർണ കാലമെന്ന് അറിയപ്പെട്ടിരുന്നു. പാറക്കോട്ടൈക്കോവിൽ, റോക്ക്ഫോർട്ട് ടെമ്പിൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ടെമ്പിൾ ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഇത് നഗരത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ്.
പാറയുടെ മുകളിൽ ഒരു കോട്ടയുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. തിരുച്ചിറപ്പള്ളിയിലെ വിനോദസഞ്ചാര മേഖലയും പിന്നീട് ഇതിനോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. കാവേരി നദി ഈ പാറയ്ക്ക് ചുറ്റുമായി ഒഴുകുന്നു. പാറയുടെ നടുവിൽ നിന്ന് ജലം കണികകളായി പടരുന്ന ഒരു ഭാഗവുമുണ്ട്. ശിവൻ്റെ 64 അവതാരങ്ങളിലൊന്നായ കാങ്കാള മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഐതിഹ്യപ്രകാരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വീപിലെ കുന്നിലെ 3 പാറകളിൽ ശിവനും പാർവതിയും വിഘ്നേശ്വരനും കുടിയിരിക്കുന്നു. ഈ കുന്ന് ഹിമാലയത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും പുരാണത്തിലെ സർപ്പരാജാവ് ആദിശേഷനും വായുഭഗവാനും തമ്മിലുണ്ടായ ഘോരയുദ്ധത്തിൻ്റെ ശക്തിയാൽ ഹിമാലയത്തിൽ നിന്ന് അടർന്നു വീണതാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പാറയ്ക്ക് 183 മീറ്റർ ഉയരമുണ്ട്. ഈ പാറയ്ക്ക് ഏതാണ്ട് 3800 ദശലക്ഷം വർഷങ്ങൾ പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിലെ പാറകൾക്കൊപ്പവും ഹിമാലയത്തിലെ പാറകളേക്കാളും പഴക്കമുണ്ടിതിന് എന്ന് കരുതപ്പെടുന്നു. പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ പണി കഴിപ്പിച്ചത് പല്ലവന്മാരാണെങ്കിലും അത് ഇന്നത്തെ നിലയിൽ ശക്തിപ്പെടുത്തി ഭംഗിയാക്കിയത് നായകന്മാരാണ്. ഇത് ശരിക്കും 3 അമ്പലങ്ങളുടെ കൂട്ടമാണ്. മാണിക്യ വിനായകർ കോവിൽ കുന്നിൻ്റെ അടിവാരത്തും ഉച്ചിപ്പിള്ളയാർ കോവിൽ കുന്നിൻ്റെ അഗ്രഭാഗത്തും നടുക്ക് തായ്മാനവർ കോവിൽ ശിവസ്ഥലവും ആണ് സ്ഥിതി ചെയ്യുന്നത്. വീരാളിമലൈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഈ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെ വീരാളിമലൈ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മുരുകൻ കോവിലിന് ചുറ്റുമായി ആണ് ഈ ഉദ്യാനം. മയിലുകൾക്ക് പേരുകേട്ട സംരക്ഷണ കേന്ദ്രം കൂടിയാണിത്. കോവിലിന് ചുറ്റും എവിടെ നോക്കിയാലും ധാരാളം മയിലുകളെ കാണാൻ സാധിക്കും. ട്രിച്ചി സിറ്റിക്ക് ഒരു വലം വെച്ച് ഇപ്പോൾ കല്ലട ഡാമിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ട്രിച്ചി സിറ്റിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്തൽവാസൽ എന്ന 58 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു ജൈന മത കേന്ദ്രമായിരുന്നു. ചുണ്ണാമ്പ് പാറകളിൽ മണ്ണിൽ നിന്നുണ്ടാക്കിയ നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചിത്രവേലകൾക്കും ഇവിടം പ്രസിദ്ധമായിരുന്നു. മിക്കവയും പാണ്ഡ്യരാജകാലത്തെ തനിമ മുറ്റിയ നർത്തകരുടെയും പക്ഷിമൃഗാദികളുടെയും ചിത്രങ്ങളായിരുന്നു. ഗവൺമെൻറ് മ്യൂസിയം പുതുക്കോട്ടയ്ക്കടുത്തുള്ള തിരുഗോകർണത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജൈവ സസ്യ പുരാവസ്തു ശാസ്ത്രത്തിലെയും ചരിത്രത്തിൻ്റെ രേഖകളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടു വരുന്നു. കാവേരി രണ്ടായി പിരിയുന്ന ഇവിടെ മനോഹരമായ ഒരു ഉദ്യാനമുണ്ട്. കാവേരി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഒഴുകുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പണ്ടത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു പുതുക്കോട്ടൈ. പുരാവസ്തു ഗവേഷകരുടെ പ്രിയപ്പെട്ട സ്ഥലമായ ഇവിടെ നിന്നും നിരവധി പുരാവസ്തുക്കളും ലിഖിതങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഗംഗൈകൊണ്ട ചോളപുരം 100 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. ഇവിടുത്തെ ശിവക്ഷേത്രം ഗംഗൈകൊണ്ട ചോളീശ്വരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോള രാജാവായിരുന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ച് ഗംഗാനദിക്കരയുടെ അടുത്തുവരെ എത്തിച്ചതിൻ്റെ നന്ദിക്കായി നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. കൂറ്റൻ നന്ദിശിലയും അപൂർവമായ നടന ഗണേശ പ്രതിമയും സിംഹത്തലയുള്ള ഒരു കിണറും ഇവിടുത്തെ പ്രത്യേകതകളാണ്. നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശനാപ്പള്ളി. പ്രധാനപ്പെട്ടവ റോക്ക്ഫോർട്ട് ടെമ്പിൾ, കൊടുമ്പാളൂർ മൂവർകോവിൽ, ശ്രീരംഗത്തെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം, ജംബുകേശ്വര ക്ഷേത്രം, ഗുണശീലത്തെ പ്രസന്ന വെങ്കടേശ്വര ക്ഷേത്രം, ഔടയാർ കോവിൽ എന്നിവയൊക്കെയാണ്. ശ്രീരംഗത്തെ ക്ഷേത്രത്തിലെ 1000 തൂണുകൾ ദക്ഷിണേന്ത്യൻ ശില്പചാതുര്യം വിളിച്ചോതുന്നവയാണ്. അങ്ങനെ
തൃശ്ശിനാപ്പള്ളിയുടെ ചരിത്രത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു.